ഷീബയുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നന്നായിട്ട് കവിത എഴുതുന്ന പുതിയ കാല കാവ്യ രചയിതാക്കളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് കൊല്ലത്തെ എല്ലാ സാംസ്കാരിക പഠനങ്ങളിലും നിർത്തുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഷീബയുടെ ഏറ്റവും വലിയൊരു കഴിവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കവിതയോ കഥയോ ഒരു നോവലിനെയൊക്കെ വിലയിരുത്താൻ ഇത്ര ഭംഗിയായിട്ട് കഴിയുന്ന ഒരു വ്യക്തി. അത് ഭംഗിയായിട്ട് 2-3 വേദികളിൽ ഷീബ അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് സംസാരിക്കുകയും കൂടി ചെയ്യുന്ന ഷീബയെ ഏറ്റവും ആളുകളുടെ സ്വാഗതം ചെയ്യുന്നു. ഷീബ വിളിച്ചിട്ടും അല്ലാതെയും വന്ന ധാരാളം പേർ ഇവിടെയുണ്ട്. അറിഞ്ഞു വന്നവരുണ്ട്, വിളിച്ചിട്ട് വന്നവരുണ്ട്, ഞാൻ വിളിച്ചിട്ട് വന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഏറ്റവും പ്രഗത്ഭരായ ആളുകളായിരിക്കുന്നില്ല. ശ്രീരാജൻ മുതൽ സജീവ് മുതൽ അങ്ങനെ തോന്നുമ്പോൾ വരെ ഒരുപാട് പേര് വേദിയിൽ മുഖത്ത് കാണാം. ഒരുപാട് പേര് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇതിനെല്ലാവരും പേരെടുത്ത് പറയാൻ എല്ലാവരും പേര് പറയേണ്ടി വരും. അപ്പൊ എല്ലാവരെയും നിങ്ങൾക്ക് ഷീബയ്ക്ക് വേണ്ടി ഈ പുസ്തക പ്രകാശന സംഘത്തിന് വേണ്ടി ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു പോയ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കവിത എഴുതാതിരിക്കാൻ പറ്റുക? അതാണ് ആലോചിക്കേണ്ടത്. ഷീബയെ കുറിച്ച് ഞാൻ ഇത്രയും സംസാരിക്കുകയായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരുടെ കവിതയെ കുറിച്ച് പറയുമ്പോൾ കവിയെ കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കവിയിൽ കേന്ദ്രിതമായി ഇത്ര നേരം സംസാരിച്ചത്. ഷീബയുടെ കവിതയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സവിശേഷത ചുറ്റുപാടുകളോട്, പ്രകൃതിയോട് വല്ലാതെ കണ്ട് ഇണങ്ങി ഇങ്ങനെ മതിച്ചു നിൽക്കുന്ന ഒരു മനസ്സ്. ഇപ്പോൾ ഷീബയുടെ കവിതയിൽ കാണുന്ന മഴയും സസ്യ തലപ്പുകളും പാടവും എല്ലാം പല രീതിയിലുള്ള എല്ലാത്തരം വൈകാരികതകളുടെയും എല്ലാത്തരം ബന്ധങ്ങളുടെയും എല്ലാത്തരം വ്യവഹാരങ്ങളുടെയും മെറ്റഫറുകളാക്കി ഷീബ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിയെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഷീബയും നമ്മളൊക്കെ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇത്രത്തോളം പ്രകൃതിയുടെ തഴപ്പ് കാണുന്നില്ല എങ്കിലും മനസ്സിൽ അത്രയേറെ ആഴത്തിൽ പടർന്നു കിടക്കുന്ന ആ പ്രകൃതി അനുഭവത്തെ ഷീബ പലതരത്തിലുള്ള മെറ്റഫറുകളാക്കി ഈ കവിതയിൽ ഉപയോഗിക്കുന്നു. എന്നിലേക്ക് കുടഞ്ഞിട്ട ചിന്തയിൽ തിരിച്ചെടുക്കാൻ ഒന്നുമില്ലാതെ മൗനം ചിതൽപുറ്റുപണിയുമ്പോൾ മഴപ്പടപ്പുകൾക്കിടയിലൂടെ ഒറ്റയ്ക്കെത്തുന്ന കാറ്റിനോടും അന്തിമേഘച്ചെരുവിൽ വീണു പടരുന്ന സിന്ദൂരച്ചെപ്പിൻ തുടുപ്പിനോടും വെയിൽ മരക്കൊമ്പിൽ വിരിയുന്ന നിറമില്ലാ പൂക്കളോടും സുഖമുള്ളൊരു നോവിനെ കുറിച്ച് നിന്നെക്കുറിച്ച് പറഞ്ഞ് ചിരിച്ചു നിൽക്കാറുണ്ട് നീ ഒരു കവിതയെന്ന്, ഇനിയും എഴുതി തീരാത്ത ഒരു കവിതയെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് പ്രണയകവിതകൾ എങ്ങനെയല്ല പണ്ടുകാലം തൊട്ടല്ലേ ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ ചെയ്ത പണിയാണ് കാർത്തമ്മയും പരികൂടി തമ്മിൽ നടത്തിയിട്ടുള്ളത്. ഇത് പുതിയ കാലത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് വിഷയം. പുതിയ കാലത്ത് എങ്ങനെ ഈ പ്രണയകവിതയെ മറ്റാരും എഴുതാത്ത രീതിയിൽ നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കും? പുതിയ കവികൾക്ക് പ്രണയകവിതകൾ എങ്ങനെ തൃപ്തികരമായിട്ട് കുറേയെങ്കിലും തൃപ്തികരമായിട്ട് എഴുതാൻ സാധിക്കും? ഒരു വലിയ വെല്ലുവിളിയാണ്. എങ്ങനെ വേറൊരു രീതിയിൽ ഒരു പ്രണയകവിത എഴുതാൻ സാധിക്കും? അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. എല്ലാ സദസ്യ തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു ഇടത്താണ് നമ്മളിരിക്കുന്നത്. അത് ഇവിടെ ഇരിക്കേണ്ടവരാണ് എല്ലാം അവതരിപ്പിക്കുകയാണ്, അവതരിപ്പിക്കുന്നവരെല്ലാം വിളിപ്പിക്കുകയാണെന്നുള്ളത്. അപ്പോൾ പ്രഗത്ഭരായ കവിതയുടെയും കഥയുടെയും മറ്റ് ജീവിത രീതികളുടെയൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒത്തുകൂടിയും ഒരു മഹാസമ്മേളനമാണ് ഞാൻ പറയും. ഷീബയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് അത്രത്തോളം മഹത്തരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സന്തോഷമുണ്ട്. ഈ ഇത്തരം ആൾക്കാരുടെ മുന്നിൽ ഈ പുസ്തക പ്രകാശനമായി ക്ഷീണിക്കാൻ അഭിമാനിക്കാൻ. പ്രത്യക്ഷത്തിൽ ഈ കവിതയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാൻ കഴിയില്ലെങ്കിലും പരോക്ഷമായി
രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കവിതകൾ ഈ കാവ്യ സമാഹാരത്തിന്റെ സവിശേഷ മുദ്രകളിൽ ഒന്നാണ്. ശിവ ഈ കവിതകളിലുടനീളം ഈ മൗനവും വാക്കും അതിനെ രണ്ട് ബിംബങ്ങളായിട്ട് എടുത്തുകൊണ്ട് മൗനദേശം എന്ന് പറഞ്ഞിട്ട് ഒരു പരികൽപ്പന ഷീബ നിർമ്മിക്കുന്നുണ്ട്. ഇതാ മൗനദേശം. മലയാളത്തിലെ മികച്ച രാഷ്ട്രീയ കവിതകളിൽ ഒന്നായി അടയാളപ്പെടുത്താൻ കഴിയുന്ന യാത്ര എന്ന് പറഞ്ഞ കവിതയിലെ വരി ഇതാണ്: മൗനദേശം ശലഭചുംബനത്തിലുലയുന്ന പൂവിലും സ്വാതന്ത്ര്യത്തിന്റെ മണിയൊച്ചകൾ. ഭൂപടമില്ലാതൊരു യാത്ര എന്ന് പറഞ്ഞ കവിതയിൽ നിലവിളികൾ ഞെരിക്കപ്പെടേണ്ടതിന് തീപിടിച്ച ഞരമ്പുകളിൽ ചെറുത്തുനിൽപ്പിന്റെ ലാവയൊഴുക്കി എന്നും ഒരു ധിക്കാരിയാകണം. മറ്റൊരു കവിതയിൽ ദുസ്വപ്നങ്ങൾ പോലും സ്വതന്ത്രമല്ലാത്ത പാരസ്പര്യത്തിന്റെ പട്ടിണിക്കോലങ്ങൾ എന്നാണ് ഷീബ കുറിയിട്ടിരിക്കുന്നത്. ഹന്നായി ഷീബയുടെ കവിത എങ്ങനെയാണ് ചണ്ടാലഭിക്ഷികയുടെ തുടർച്ചയാകുന്നത് എന്ന് ചോദിച്ചാൽ, സ്നേഹഗായകനായ ആശ ചണ്ടാലഭിക്ഷിക അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്നേഹം സ്വയം ആനന്ദമാർക്കും, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹ നിരാസം എന്ന് പറഞ്ഞത് മരണം തന്നെയാണ്. ഈ സമാഹാരത്തിൽ ഏറ്റവും മികച്ച കവിതയായ ശില്പം എന്ന് പറഞ്ഞ കവിതയുണ്ട്. ആ കവിതയിൽ കല്ലായിരുന്നവൾ ആ കല്ലിനെ ഒരു ശില്പിയുടെ അനിതര സാധാരണമായ കരവൈദഗ്ധ്യം കൊണ്ട് ആ കല്ല് മനോഹരമായ ഒരു ശില്പമായി തീരുന്നു. കല്ലിൽ നിന്നും ശില്പത്തിലേക്കുള്ള പരിണാമ പ്രക്രിയയിൽ അവൾ ഈ കല്ലിൽ സ്വപ്നങ്ങളുടെ പൂക്കാലങ്ങൾ ഉണരുന്നു. പക്ഷേ മനോഹരമായ ആ ശില്പമായി പരിണമിച്ച വേളയിൽ ആ ശില്പം വീണ്ടും കല്ലായി തീരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്? മണ്ണിൽ കുറിച്ചൊരാ സ്നേഹമന്ത്രാക്ഷരി തിരവന്നു മായ്ച്ചു ചിരിച്ചു മടങ്ങവേ പഴയൊരാ കല്ലായി മാറാൻ കൊതിച്ചവൾ കല്ലായിരുന്നവൾ. സ്നേഹനിരാസം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ശില്പം കല്ലിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം. സുപ്രഭാതം എന്ന് പറഞ്ഞ കവിതയിൽ ഷീബ എഴുതുന്നുണ്ട്: സ്നേഹത്തുണ്ടാൽ മുദ്രാങ്കിതമായി എന്നും പുലരി തുടുക്കട്ടെ എന്ന്. അപ്പോൾ ഒച്ചയില്ലാതാകുമ്പോൾ ഒച്ചയില്ലാതെ ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ്. ഭൂമി നിറയെ ശബ്ദങ്ങളാണ്. ശബ്ദങ്ങളില്ലാത്ത ഒരിടം പോലും ഭൂമിയിലില്ല. പക്ഷേ കവി പറയുന്നത് ഈ ഒച്ചയില്ലാതാകുമ്പോൾ എന്താണ് നോക്കാം. പിറവി കൊള്ളാനാഞ്ഞ പുഞ്ചിരിപ്പൂവിനെ പിഴുതെറിഞ്ഞ് കടന്നുപോയൊരു കാറ്റ്. ശരിയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കാറ്റ് എത്ര നേരം എത്ര ദിവസങ്ങളിൽ ആഞ്ഞടിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനൊരു കാറ്റിന് മാത്രമാണ് ഇടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിറവി കൊള്ളാനാഞ്ഞ പുഞ്ചിരിപ്പൂവിനെ പിഴുതെറിഞ്ഞ് കടന്നുപോയൊരു കാറ്റ്. നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ശാലയിലെ ഇടനാഴികളിൽ ചൂളമടിച്ച് രസിക്കും. അല്ലേ? നമ്മളെയൊക്കെ രമിച്ചവർ, നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിയവർ, വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ സങ്കടപ്പെടുത്തിയവർ ഭൂമിയിൽ എവിടെയോ ഇരുന്നിങ്ങനെ രസിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. ഇങ്ങനെ ഒരു കാറ്റ് കടന്നു പോകാത്തവരെ ഈ ഇരിക്കുന്നവരിൽ ആരും ഉണ്ടാവും എന്ന് എനിക്ക് കൃത്യമായി എല്ലാവരിലും ഇടയിലൂടെ ഈ കാറ്റ് ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മുടെ പുഞ്ചിരിപ്പൂവിനെ പിഴുതെറിയുന്ന ഒരു കാറ്റ്. അത് നഷ്ടങ്ങളുടെ കണക്കെടുപ്പിൽ വല്ലാതെ രസിക്കും. നാളേക്ക് നീളുന്ന പ്രതീക്ഷകൾ, ചേക്കേറാൻ ചില്ലയില്ലാത്ത പക്ഷികളെ പോലെ. നിങ്ങൾ അറിയിക്കൂ, ചേക്കേറാൻ ഒരു ചില്ലയില്ലാത്ത പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകളാണല്ലോ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. നാളേക്ക് നീളുന്ന പ്രതീക്ഷകൾ എങ്ങനെയാണ്? ചേക്കേറാൻ ചില്ലയില്ലാത്ത പക്ഷിയെ പോലെ. സ്വയം അറിയാത്ത ഭ്രാന്തിന്റെ ലോകത്തേക്ക്, അശാന്തിയുടെ താഴ്വരയിലേക്ക്
താഴ്വരയിലേക്ക് പറക്കും. അശാന്തിയുടെ താഴ്വരയിലേക്ക് പറന്നു പോകാത്ത ഒരു മനുഷ്യൻ ഭൂമിയിലില്ല എന്ന് മാർക്കീസ് പറയുന്നുണ്ട്. അശാന്തിയുടെ താഴ്വരയിലേക്ക് പറന്നു പോകുന്ന മനുഷ്യൻ ഒച്ചകളില്ലാതെ ആകുന്നിടത്തൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ ഒച്ചകളില്ലാതെ ആകുന്നിടത്തൊക്കെ ഭീകരതയെ ഒളിപ്പിച്ച കടലിന്റെ ശാന്തത. ഇവിടെ എല്ലാവരും വെറും കാണികൾ മാത്രമല്ല, എഴുത്തുകാരുണ്ട്, കഥാകൃത്തുക്കളും കവികളും ഒക്കെ അടങ്ങിയ നല്ല പ്രബുദ്ധമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ചാണ്, അതുപോലെ തന്നെ പ്രബുദ്ധമായ ഒരു വേദി, ഇതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഷീബയുടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. കവിത കവിയോട് ചെയ്യുന്നത്. വളരെ ആദ്യം ഞാൻ ഷീബയെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല സ്നേഹത്തിന്റെ ഉടമയാണ്. നല്ല സ്നേഹമുള്ളൊരു ഹൃദയം ഷീബയ്ക്ക് കൈമുതലായി ഉണ്ട്. അതെനിക്ക് വളരെ ആദ്യമേ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് കവിതകളിൽ നിറയുന്നത്. ഒരു കുടക്കീഴിലായി ചേർന്നു നടന്നവർ ഒരേ നിലാവിന്റെ തീരത്തിരുന്നിട്ട് ഒരു കിനാത്തുമ്പിക്കുടുപ്പുകൾ തുന്നിയോ. വേനൽ കളങ്ങളിൽ കാലം വരച്ചിട്ട നിറമറ്റ കോലങ്ങൾ നോക്കിയിരിക്കവേ തോരാതെയുതിരുന്ന മിഴിമുത്തു തമ്മിൽ കാണാതിരിക്കാൻ വൃഥാ പണിപ്പെട്ടവർ. മൗനവാത്മീകത്തിനുള്ളിലാണെങ്കിലും നിഴലുകൾ വീഴായിരുൾ കൂടിനുള്ളിലും തമ്മിൽ പകരുന്ന ഇത്തിരി വെട്ടത്തിൽ ഒത്തിരി ദൂരം നടന്നു തളർന്നവർ. ഉത്തരം തേടാത്ത ചോദ്യങ്ങൾ കൊണ്ടെത്ര പൊരുളറിയാത്തതാം ശൂന്യത പണിയിലും പ്രാണന്റെ നോവിൽ കടം കൊണ്ട വാക്കിൽ ഹൃദയങ്ങൾ തമ്മിലായി കോർത്തിരിക്കുന്നവർ. ഒരു ചെറു സ്പന്ദനം ബാക്കിയുണ്ടായിടാം, ഒരു ചെറു സ്പന്ദനം ബാക്കിയുണ്ടായിടാമെന്നോർത്ത് നെഞ്ചിൽ ചെവി ചേർക്കുമെങ്കിലും പ്രളയമാമോർമ്മകൾ ചുറ്റിപ്പിടിക്കിലും, പ്രളയമായ ഓർമ്മകൾ ചുറ്റിപ്പിടിക്കിലും അവസാന ചുംബനം നൽകി പിരിയുവോ, അവസാന ചുംബനം നൽകി പിരിയുവോ. ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഒരു തീക്ഷ്ണത അത്ര മനോഹരമായി ആവിഷ്കരിച്ച മറ്റേതെങ്കിലും ഒരു കവിത ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ഷീബ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എപ്പോഴും വിളിക്കാറില്ല, വിളിക്കുന്ന സമയത്ത് കുറച്ച് സംസാരിക്കാറുണ്ട്. സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി പകരുന്ന വ്യക്തിത്വമായിട്ടാണ് ഷീബയെ ഞാൻ എൻ്റെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ചില തിരുത്തലുകൾക്ക് എന്നെ ഷീബ സഹായിച്ചിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി ഓർക്കും. ഷീബയുടെ ഈ പുസ്തകത്തിന് എൻ്റെ കൂടി ഒരു പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഷീബ എഴുതുന്നതൊക്കെ ഒരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞ ആളുകളിൽ ഒരാൾ ഞാനാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. കൊത്തി വിരിച്ച സന്ധ്യാംബരം ശുഭരാത്രി ചൊല്ലി പിരിഞ്ഞുപോയി. ഇരവിന്റെ ഇരുൾ തുന്നും ഒരു ജീവിതത്തിന്റെ ഇഴകീറിപ്പതിവു പോൽ ഞാൻ ഒറ്റയായി. ഇരവിന്റെ ഇരുൾ തുന്നും ഒരു ജീവിതത്തിന്റെ ഇഴകീറിപ്പതിവു പോൽ ഞാൻ ഒറ്റയായി. ആരോ പറഞ്ഞെത്ര സുന്ദരം രാവുകൾ, ആരോ പറഞ്ഞെത്ര സുന്ദരം രാവുകൾ, ചടുലമാം ചിന്തതൻ ഏകാന്ത തീരങ്ങൾ, ഹൃദയാഭിലാഷങ്ങൾ തിരിതെളിച്ചെത്തുന്ന ഘനകൗതുകങ്ങൾ തൻ മണിമേടകൾ. ഒരു കളിപ്പാവയെന്നറിയാതെ പലവിധം ഔദത്യചിന്തയാൽ സർവം പകൽമാനുവെങ്കിലും പകലന്തിയോളവും തുഴയെറിഞ്ഞെങ്കിലും തീരത്തടുക്കാത്ത ചോരുന്ന പുരയിലെ പിത്തളച്ചട്ടിയിൽ താളം പിടിക്കുന്ന
പെരുമഴ പെയ്തുകൾ. പകൽമാനുവെങ്കിലും പകലന്തിയോളവും തുഴയെറിഞ്ഞെങ്കിലും തീരത്തടുക്കാത്ത ചോരുന്ന പുരയിലെ പിത്തളത്തട്ടിയിൽ താളം പിടിക്കുന്ന പെരുമഴ പെയ്ത്തുകൾ. സുഹൃതങ്ങൾ പൂക്കുന്ന മാളികയ്ക്കുള്ളിലായി സുഖരാത്രിയേകും തണുപ്പാർന്നു നിൽക്കുന്നു. എല്ലാവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം, നന്ദി മാത്രം, ഒരുപാട് ഒരുപാട് സ്നേഹം.